ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ അതേ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ പുട്ടിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് പുട്ടൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ബാക്കി പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സുഡാപ്പിയുടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ളത് സുഡാപ്പീനെ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല വേദനയുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസമായപ്പോൾ തീരെ കാലനക്കാനേ പറ്റുന്നില്ല കേട്ടോ. കിടന്നോടെ തന്നെ ബാത്റൂമിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കൊണ്ടുപോകണം കേട്ടോ. തീരെ കാല് നിലത്ത് കുത്തണേ ഇല്ല. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഞാൻ ആൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഇനി ഭക്ഷണം കൊടുത്തിട്ട് വേഗം ഗുളിക കൊടുക്കണം. 6 മണിക്കൂർ ഇടവിട്ട് ഗുളിക കൊടുക്കാനാണ് പറഞ്ഞത്, വേദന ഒന്ന് പോകാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ അതേ വേഗം ഭക്ഷണം കൊടുത്ത് ഇനി വേഗം മരുന്ന് കൊടുക്കട്ടെ. അപ്പോൾ ആ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പോൾ അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ കുറേ തുണിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചിട്ട് പിന്നെ ബാക്കി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ അതേ ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളേക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ഉഴുന്ന് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നില്ല കേട്ടോ, ഒരു 3/4 ഗ്ലാസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ഗ്ലാസ് അരിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു 3/4 ഗ്ലാസ് ഉള്ളത് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശരിയാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഉഴുന്നൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകുക. അതുപോലെ തന്നെ അരി ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയതിൻ്റെ ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അവിടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഇനി അരച്ചെടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഉഴുന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കഴുകിയിട്ട് തന്നെ ഇട്ട് വയ്ക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ തക്കാളിയും സബോളയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ വയ്ക്കാനായിട്ട്. ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഐസായിട്ട് ഇരിക്കുകയാണ്, ഫ്രീസറിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അരി ഇടാം. അങ്ങനെ അത് അരിയൊക്കെ ഇട്ടതിന് ശേഷം തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് പിന്നെ അതിപ്പോൾ വെളിച്ചെണ്ണ ഒരു കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. ചിക്കന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3-4 സബോള ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറവാണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങും കൂടി അവിടെ വലിയ പീസാക്കിയിട്ട് ഇവിടെ കഴുകി നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ കേട്ടോ ചിക്കന്. അപ്പോൾ ഇന്ന് ഉമ്മ വരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്, ഞാൻ ഇന്നാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്യണത്. അപ്പം അങ്ങനെ ഞാനിപ്പോൾ കുക്കറിലിട്ട് സബോളയൊക്കെ ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും ചേർത്ത് കൊടുത്തു. പിന്നെ മസാലപ്പൊടികൾ കേട്ടോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൊടി കേട്ടോ, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, ഗരം മസാല, ചിക്കൻ മസാല എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഇറച്ചിയിരിക്കുക മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വലിയ പീസാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ, വലിയ ഉരുളക്കിഴങ്ങായിരുന്നു അതന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ 2 വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിലടിച്ചെടുക്കാം. അങ്ങനെപ്പോൾ കുക്കറിൽ ഇട്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്, അങ്ങോട്ട് ഉടച്ചെടുത്തിട്ടില്ല കേട്ടോ ഞാൻ, നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അവർക്കൊന്നും അങ്ങനെ ഫോട്ടോ എടുക്കാൻ തന്നെ ഇഷ്ടമില്ലാത്ത ആളാണ്. വീഡിയോയിൽ കൂടി ഇനി പറയണ്ടല്ലോ. അപ്പം അങ്ങനെ ഉമ്മാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഉമ്മ കൊണ്ടുവന്നതാണ് കേക്കും ബിസ്ക്കറ്റ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ അവൻ സുഡാപ്പി വിളിച്ച് പറഞ്ഞത് എനിക്ക് ഇരുന്ന് കളിക്കാനാണ്, ക്യാരം ബോർഡ്സിൻ്റെ കോയിൻസൊക്കെ പോയി, പിന്നെ പാമ്പും കോണിയും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഇതിപ്പോൾ പാമ്പും കോണിയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാരംസിൻ്റെ കോയിൻസ് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുള്ളത് വെച്ചിട്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോയിൻസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഷേക്കർ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ കോയിൻസ് മാത്രം മേടിച്ചു. കുറച്ച് നേരം കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഞാനും സുഡാപ്പി ഇരുന്ന് ലുഡോ കളിച്ചു കേട്ടോ. ഉമ്മയും ബാത്തൂസൊക്കെ പുറത്തേക്ക് പോയേക്കാണ്. കാക്കാനെ വിളിച്ചപ്പോൾ ഇക്കാക്ക വരണില്ല, നീ കളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് 4 മണിയൊക്കെ ആയപ്പോൾ ഞാനത് പാൽ ചായ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാനിത് പക്കവട ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്.
പക്കവടയിലേക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതേപോലെ പക്കവടയൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കും സുഡാപ്പിക്കും ഒക്കെ ചായ കൊടുക്കാം. പാത്തൂസ് അവിടെ ചായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാൽ ചായ എന്നല്ല, എന്ത് ചായ കണ്ടാലും അവൾക്ക് ചായ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചായ ഞാൻ കുറച്ച് ചൂടാറാനായിട്ട് അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വേഗം പക്കവട റെഡിയാക്കി എടുക്കാം. ഉമ്മാക്കും ചായ അങ്ങനെ വലിയ ചൂട് വേണമെന്നൊന്നുമില്ല, ചെറിയൊരു ചൂട് മതി കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമാണ് തിളച്ച ചായയുടെ ആവശ്യം കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ ചൂടാക്കാമല്ലോ. അപ്പോൾ ഇത് ചുട്ട് വരുമ്പോഴേക്കും ചായ ഒരു പാകത്തിനുള്ള ചൂട് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ പക്കവടയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉമ്മാക്കും ചുടാപ്പിക്കും പാത്തൂസിനൊക്കെ ചായ കൊടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ കുറച്ച് മാവ് അരയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് ഇതേപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുളി വരും. കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് റൈസ് കുക്കറിലൊക്കെ ഒന്ന് ഇറക്കി വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാണ്ടായിരുന്നൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുക എന്താ പറയുക, പാമ്പ്, അതുപോലെ തന്നെ ഇഴജന്തുക്കൾ, പഴുതാര, അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഴജന്തുക്കളായിട്ടുള്ളത്. അങ്ങനത്തെ സാധനങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഇതേപോലെ വെളുത്തുള്ളിയും ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഉള്ളി കഴിഞ്ഞിരിക്കാറുണ്ട്, സബോളയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇതേപോലെ കുറേ വെള്ളം ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ വീടിൻ്റെ ചുറ്റൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ളത് പാമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം എന്നും സ്ഥിരമായിട്ട് ഇതേപോലെ ഒന്ന് തെളിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.